വിഗ്രഹപ്രതിഷ്ഠയ്ക്കൊരുങ്ങിയ അയോധ്യ ഇന്ന് കലശ ചടങ്ങുകൾ നടക്കും. രാംലല്ല വിഗ്രഹത്തിന്റെ ശയ്യാ ദിവസവും ഇന്നാണ്. പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തും. പ്രവേശനത്തിന് അനുമതിയില്ലെങ്കിലും കടുത്ത ശൈത്യത്തെ അവഗണിച്ച് നിരവധി പേരാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ത്രിതല സുരക്ഷയാണ് ക്ഷേത്രത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. ക്ഷണം ലഭിച്ച അതിഥികൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. അയോധ്യ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തുന്ന തമിഴ്നാട്ടിലെ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിജയകുമാർ, ഇന്ന് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്, ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ? ഗോകുല, പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനിയും ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഈ തീർത്ഥാടകർ ഇങ്ങനെ ഈ ക്ഷേത്ര നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി തടയുന്നുണ്ട്. പക്ഷേ അത് അവഗണിച്ചും കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് ഒരു തീർത്ഥാടനം എന്ന മട്ടിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് അയോധ്യ പുതിയ രാമക്ഷേത്രത്തിലേക്കുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടങ്ങളിൽ ഒന്നാണ്. രാവിലെ ഇവിടെ വലിയ ജനക്കൂട്ടമായിരുന്നു. ജനക്കൂട്ടത്തേക്ക് മാറ്റി പൂർണ്ണമായും ഇത് അലങ്കരിച്ച് ഈ കവാടം ഏതാണ്ട് പൂക്കൾ കൊണ്ട് പൂർണ്ണമായും അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അവിടേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഈ ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മറ്റാരെയും അവിടേക്ക് അനുവദിച്ചിട്ടില്ല. പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, ആ ദൂരെ ഗേറ്റിന് കവാടത്തിനകത്തും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട്. ഹെലികോപ്റ്റർ നിരീക്ഷണം സദാസമയവും അയോധ്യ നഗരത്തിന് ചുറ്റുമുണ്ടായിരിക്കും. ഡ്രോൺ നിരീക്ഷണം എപ്പോഴുമുണ്ട്. ഒരു ഏരിയൽ സർവൈലൻസ് കുറെ കൂടി ഇവിടെ ശക്തമാക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. അതിനെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ 3 ലെയറുകളിലായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമായി തുടരുന്നത്. 7000 ആളുകൾക്കാണ് ഈ ചടങ്ങിലേക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുക. ബാക്കിയുള്ളവർക്ക് ചില കേന്ദ്രങ്ങളിൽ ബിഗ് സ്ക്രീനുകൾ സ്ഥാപിച്ച് അവിടെ അതിന്റെ ഭാഗമാകാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 10:25 അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്. അദ്ദേഹം 10:55 ഹെലിപാഡിൽ ഇവിടെ ഇറങ്ങും. തുടർന്ന് 11 മുതൽ 12 വരെ അദ്ദേഹത്തിന് പ്രോഗ്രാമുകളൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം സരയൂ നദിയിലേക്ക് പോകും, സരയൂ സ്നാനത്തിന് പോകുമെന്ന സൂചനയുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് അവിടെ വന്ന ശേഷം 12 മണിയോടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ഒരു പൊതുസമ്മേളനം, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. ക്ഷേത്ര സമീപത്ത് തന്നെയാണ് ആ പൊതുയോഗമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്ഷേത്രത്തിലെ വൈദിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ തുടരുകയാണ്. കലശം, അതുപോലെ മറ്റു പൂജകളൊക്കെ തുടരുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അത്തരം പൂജകൾ ഉള്ളൂ. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ആ ക്ഷേത്രത്തിലെ ഉത്തരവാദിത്തമുള്ള ചുമതലകൾ ഉള്ളവരെ പോലും അകത്തേക്ക് കടത്തിവിടുന്നത്. നഗരം ഏതാണ്ട് പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. ഗോകുൽ. ശരി വിജയകുമാർ, ഏതായാലും അയോധ്യ ഒരുങ്ങുകയാണ്. നാളെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ. കനത്ത സുരക്ഷയിലാണ് അയോധ്യയും പരിസര പ്രദേശങ്ങളും.